പിന്നെ ഡയസസിൻ്റെതായിട്ട് അഭയഭവൻ ബാലഭവനുണ്ട്. അവിടെ അഭയഭവനിൽ ഏജ്ഡ് പീപ്പിൾ ആരുമില്ലാത്ത പ്രായം ചെന്നവരെ നോക്കുന്ന അഭയഭവൻ. അതേത് ജാതിപ്പെട്ടവരെ എടുത്ത് അവിടെ താമസിപ്പിക്കും, ആണും പെണ്ണും. അതിലിപ്പോൾ ഏകദേശം ഒരു എത്ര പേര്? 50 പേരോളം. 50 പേര്. ഈ 50 പേര് നമുക്കവിടെ ഈ കെട്ടിടമൊക്കെ ഉണ്ട്, എല്ലാം പഠിച്ചിട്ടുണ്ട്. ശരി. അപ്പോൾ ഇതിന്ന് ഇനി 50 ഇനി അത് കൂടുവോ? അത് ആൾ വരുന്നതനുസരിച്ച് നമുക്ക് അതിൽ കൂടുതൽ വന്നാലും അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഇപ്പോഴില്ല. ഇപ്പോൾ ഒരു 50 പേര് ലിമിറ്റ് ചെയ്തിരിക്കും. പിന്നെ ബാലഭവനുണ്ട് പിള്ളേരെ. ഓക്കെ. ഇപ്പോൾ ഈ ബാലഭവനിലെ പിള്ളേരെ എല്ലാം നമ്മളെങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ആരാ അവിടെ വരുന്നത്? അത് അപ്പനും അമ്മയും ഇല്ലാത്ത പിള്ളേരെ വന്ന് അപ്ലൈ ചെയ്ത് അവരെ എടുക്കും. ഇൻ്റർവ്യൂ ചെയ്ത് അതുപോലെ ഒരു എഴുത്ത് കാണുമേ, അച്ഛന്മാരുടെയൊക്കെ എഴുത്ത് കാണും, അങ്ങനെയുള്ള പിള്ളേരെ എടുക്കും. ഇത് ഇങ്ങനെ പാരൻസ് രണ്ടുപേരും ഇല്ലാത്തവരാണോ അതോ ഇങ്ങനെ സിംഗിൾ ഈ പിള്ളേർ ചിലപ്പോൾ മിക്കവാറും അപ്പന്മാരില്ലാത്തതാണ്. അപ്പനും അമ്മയില്ലാത്ത ചെറുക്കേ ഉള്ളൂ. ഇങ്ങനെ പഠിക്കാൻ നിവൃത്തിയില്ലാത്ത പിള്ളേരും ഒക്കെയാണ്. ശരി. അപ്പോൾ ഇവർ എന്ത് ഏജിലുള്ളവരാണ്? അതെല്ലാം അത് 12 വയസ്സ് താഴെയുള്ള പിള്ളേരല്ല ആണല്ലേ? അപ്പോൾ 12 വയസ്സ് കഴിയുമ്പോൾ അവരെ പിന്നെ SSLC വരെ പഠിപ്പിക്കും. പിന്നെ പഠിക്കേണ്ടെങ്കിൽ എത്ര വരെ പഠിക്കുക അവരെ വരെ പഠിപ്പിക്കും. അപ്പോൾ 12 വയസ്സ് കഴിഞ്ഞും അവരവിടെയാണോ താമസിക്കുന്നത്? ആണ് 12 വയസ്സ് താഴെ എടുക്കുന്നത്. പിന്നെ അവർ പ്രായം. ശരി. അപ്പോൾ ഇതിലിപ്പോൾ ഈ അവിടെ പഠിച്ച് വളർന്ന് നല്ല ജോലിയൊക്കെ കിട്ടിയ പിള്ളേരുണ്ട്. ഒരു പയ്യൻ എൻ്റെ കൂടെ ഉണ്ട്, പ്ലംബറായിട്ട് വർക്ക് ചെയ്യുന്നു. ശരി. അടുത്ത് വന്നതാണ്. അപ്പം അവർ തിരിച്ച് ഈ ബാലഭവനിൽ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നില്ല. ഒരു സന്തോഷം. അപ്പോൾ ഇവിടുത്തെ ഈ ബാലഭവനിലും ഇങ്ങനെ ഒരു ശരാശരി ഒരു മാസം എന്തോരം ചിലവ് വരും ഒരു മാസം ഈ പിള്ളേർക്കുള്ള? അത് ഞാൻ ശരിയായിട്ട് ഒരു അപ്രോക്സിമേറ്റ് കിട്ടിയാൽ മതി. അത് ഒരു അഭയഭവൻ്റെ ഒരു 12 ലക്ഷം രൂപ ഒരു വർഷം, മറ്റൊരു 5 ലക്ഷം രൂപ. ഇത് മുഴുവൻ ഡയസസിലാണ് കിട്ടുന്നത്. ഡയസസിൽ നിന്ന്, പള്ളികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ആത്മീയസംഘടനകളിൽ നിന്നും. അവരുടെ ഈ ഫീസ് വരുമ്പോഴെല്ലാം അവർ അപ്പൻ്റെ ഓർമ്മയോ കല്യാണം ഇങ്ങനെയെല്ലാം അവർ യൂസ് ടു ബ്രിങ് ഫുഡ്. അത് നിങ്ങൾ നിർത്തി. കാരണം അത് പിള്ളേർക്ക് അസുഖം വരും എപ്പോഴും ഇങ്ങനെ ഫീസ് വന്നു. ആ പണം വാങ്ങിച്ചിട്ട് അത് ക്രമമായിട്ട് നല്ല ആഹാരം കൊടുക്കാനായിട്ട് അങ്ങനെ ഡയസസ് അത് മുഴുവൻ കിട്ടുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇവർക്ക് ഈ നമുക്ക് കൊടുക്കാൻ പറ്റാതെയൊക്കെ വന്നിട്ടുണ്ട്? ഇല്ല, വന്നിട്ടില്ല. ഇല്ല. അപ്പം പാമ്പാടി തിരുമേനി തുടങ്ങിയ ഇങ്ങനെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ? ഇല്ല, പാമ്പാടി തിരുമേനി തുടങ്ങിയതില്ല, പാവത്തിൻ്റെ പേരിലാണ് തുടങ്ങിയത്. ശരി. അപ്പം അന്നത്തെ കാലം ഇങ്ങനത്തെ ഇതൊന്നും നമ്മൾ തുടങ്ങത്തില്ലായിരുന്നു? അന്ന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത സമയം. ശരി. ആ ഏജ് ഇപ്പോഴാണ് എൻ്റെ നീടായിട്ട് വരുന്നത്. ശരി. ഇപ്പം നമ്മളതിൻ്റെ നീഡ് ഇങ്ങനെ കൂടിയാണോ കണ്ടുവരുന്നത് അതോ? ആ നീഡ് കൂടിക്കുക. പിന്നെ അത് പ്യൂർലി സപ്പോർട്ടഡ് ബൈ ഡയസിസ്. അതിനൊരു പ്രയാസമില്ല, ഇഷ്ടംപോലെ വരുന്നുണ്ടല്ലേ? അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സ്കൂള് ഉണ്ടോ? അതിൻ്റെ കൂടെ ഉള്ള വേറെ സ്കൂളാണ്. അപ്പോൾ അത് നമ്മുടെ ഡയസിസിൻ്റെ സ്കൂളാണ്? അത് പാവാട കീഴിലുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ ഈ പിള്ളേരൊക്കെ അവിടെയാണോ പഠിക്കുന്നത്? ഈ പിള്ളേർ അതിന് കഴിവുള്ള പിള്ളേരായിട്ട് വിടും, അല്ലാത്തൊരു ബാക്കി സ്കൂളിൽ. അപ്പോൾ ഈ ബാലഭവന് ആ സ്കൂളിൽ നിന്ന് വല്ലതും സഹായം വല്ലതും കിട്ടാം? ആ സ്കൂളിൽ നിന്ന് ഫീസും കാര്യങ്ങളും ഒക്കെ കിട്ടുമ്പം ഈ ബാലഭവൻ അവിടെ വിടാതെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. ശരി. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിടാതെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. ഓക്കെ. അപ്പോൾ ഈ പിള്ളേരെ നമ്മൾ ആ സ്കൂളിൽ വിടുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം. പിന്നെ അതേപോലെ നമ്മളൊരു ഹന്ന ഭവൻ, അത് ബദനിയിൽ. ബദനി.
ബദനി ആശ്രമത്തിൻ്റെ ആ കോട്ടയത്തുള്ളത്. ഓക്കെ. അത് നമ്മുടെ ഡയസിൻ്റെ അല്ല അല്ല. ആ ബദനി ആശ്രമക്കാർ നടക്കുന്നു, ശരി. സിസ്റ്റേഴ്സ് നടക്കുന്നു. ആ അതെല്ലാം കോട്ടയം ഡയസിലാണ്. ഓക്കെ. ഈ ആശാകരണം, ഈ അന്നാഭവനും, പിന്നെ കുഴിമറ്റത്ത് വേറൊരു ഹോം കൂടെ ഉണ്ട്. ആ